പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപയുടെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ ഈശോ. ഞങ്ങളുടെ ദാസനെ എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകള്, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങള്, സംസാരിക്കുന്ന വ്യക്തികള്, ഒപ്പിടുന്ന പേപ്പറുകള്, എഴുതുന്ന രേഖകള്, എൻ്റെ മക്കള് ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവ്, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അറിയിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭീഷണിപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. എൻ്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിലെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വീശ്വര എന്നേക്കും. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കാണുന്ന വചനം 2 ദിനവൃത്താന്തം 20:15. യഹസിയേൽ പറഞ്ഞു, യൂദായിലും ജെറുസലേമിലും വസിക്കുന്നവരും യഹോഷാഫാത്ത് രാജാവും കേൾക്കട്ടെ.
കർത്താവ് നിങ്ങളോട് അരുൾ ചെയ്യുന്നു, കർത്താവ് നിങ്ങൾ അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്, ദൈവമാണ് പൊരുതുന്നത്. നാളെ അവർക്കെതിരെ പുറപ്പെടുക. അപ്പം എൻ്റെ വിഷയത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയില്ലേ, എന്താ കാര്യം? ഈ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മൾ അതിനെ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില സമയത്ത് ടെൻഷൻ മാറിയ പോലെ തോന്നണമെന്നില്ല. പക്ഷെ ഒരു ഫ്രൂട്ട് ദൈവമായിരിക്കും നിശ്ചയിക്കുന്നത്. കാര്യം ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജെറീക്കോയിലേക്കുള്ള പ്രവേശനം ഉണ്ടല്ലോ, ജെറീക്കോയിലേക്കുള്ള പ്രവേശനം. അപ്പം അതായത് ഈ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ നിന്ന് ജോർദാൻ കടന്ന് അപ്പുറത്തേക്ക് എത്തണത് ജെറീക്കോയിലേക്കാണ് എത്തണത്. അപ്പോഴെന്താണ്? അവിടെ അന്തിമ യുദ്ധമാണ്. ഇവർ വലിയ ഇസ്രായേലിനേക്കാൾ വലിയ വ്യവസ്ഥാപിതമായ ആയുധ പരിശീലനവും യുദ്ധജീവിതവും ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഇസ്രായേൽ ഇങ്ങനെ കൈകിട്ടിയ അരിവാളൊക്കെ ഇട്ട് ഇങ്ങനെ സഞ്ചരിക്കണമെന്നല്ലാതെ അവർക്കത് പരിശീലിക്കാൻ, അതുപോലെ തന്നെ വ്യവസ്ഥാപിതമായിട്ടൊരു നിലപാട് നിന്നുകൊണ്ട് ആക്രമിക്കാൻ അങ്ങനെയൊക്കെ ഒന്നും അത്രയുള്ള അവസ്ഥ അല്ല. പക്ഷെ ഇവരെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ വാഗ്ദാന പേടകവുമായി, അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യവുമായി ഇതിനെ വലം വെക്കുകയാണ്. വലം വെക്കുമ്പോഴാണ് ഇത് മോസസിൻ്റെ നിന്ന് കിട്ടിയ ഒരു ഉപദേശമാണ് അവർക്ക്. ഇത് പുറപ്പാട് തുടങ്ങുന്ന കാലത്ത് മോസസ് പറയുമായിരുന്നു, നിങ്ങളെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് ധരിക്കരുതെന്ന് പറയും. മോസസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് തുടങ്ങിയപ്പോൾ തന്നെ മോസസിനെ അറിയാം നമ്മുടെ കൈപ്പിടി ഒതുങ്ങാത്ത ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകുമെന്ന്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്, നമ്മുടെ കൈപ്പിടി ഒതുങ്ങാത്ത കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു നിലപാട് ആദ്യമേ മോസസിനോട് ദൈവം പറയും, മോസസ് അവരോട് പറയണം എല്ലാ വിഷയവും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്ന് ഉള്ള ധാരണ തിരുത്തണം. അത് തെറ്റിദ്ധാരണയാണ്. എല്ലാ വിഷയവും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങത്തില്ല. അപ്പോൾ മോസസ് അവരെ വിളിച്ചിട്ട് പറഞ്ഞ് എല്ലാ വിഷയവും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്നും പറഞ്ഞ് നിങ്ങൾ ധരിച്ച് യാത്ര തുടങ്ങരുത്. പല വിഷയങ്ങളും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങത്തില്ല. പിന്നെ എവിടെ ഒതുങ്ങും? അത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതാണ് വിഷയം. നമ്മൾ ഒറ്റക്കല്ല ഈ യാത്ര, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മൗനമായിരുന്നാലും മതി. മൗനമായെന്ന് വെച്ചാൽ ദൈവത്തോട് ദൈവിക കാര്യങ്ങളിടപെട്ട് ദൈവത്തോട് ഐക്യപ്പെട്ടിരുന്നാൽ മതി. അതിൻ്റെ ഒരു വേർഷനാണ് ഈ 2 ദിനവൃത്താന്തം 20:15 പറയണത്. അതൊന്നൊരു വായിച്ചേ. കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്, നാളെ അവർക്കെതിരെ പുറപ്പെടുക. അതായത് നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. ഇത് ബൈബിൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അനുസ്മരിപ്പിക്കുന്ന ഒരു സാധനമാണ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും കാര്യം നമ്മുടെ കൺട്രോളിൽ നിന്ന് പോയാൽ അപ്പോഴും നിനക്ക് പറയാൻ കഴിയണം, ഞാനല്ല ദൈവമാണ് എനിക്ക് വേണ്ടി പൊരുതാൻ പോകുന്നത്. ആ ഒരു ബോധ്യത്തോടുകൂടി വേണം നീ യാത്രകളെ ദൈവാധിഷ്ഠിതമായി മുന്നിട്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി
മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അപ്പോൾ നമുക്കൊന്ന് സ്കാൻ ചെയ്യാം ഫൈനലായിട്ടെന്ന് പറയുകയും അങ്ങനെ സ്കാൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ സ്കാനിങ്ങിൽ ആ ബ്ലഡ് ക്ലോട്ട്, അതായത് എനിക്ക് DNCയുടെ ഡേറ്റ് എടുക്കാൻ ചെന്ന് എനിക്ക് ആ ബ്ലഡ് ക്ലോട്ട് ഒരു 2 ദിവസം ബ്ലീഡിങ് ആയി പിന്നെയും ഞാൻ നോക്കിയപ്പോൾ ആ ബ്ലഡ് ക്ലോട്ടൊക്കെ അവിടെ ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡേറ്റ് എടുക്കാൻ ചെന്ന് എൻ്റെ അടുത്ത് പറയുന്നത് അത് യൂട്രസിലില്ല എന്നാണ് പറയുന്നത്. ഡോക്ടർ പറഞ്ഞു എന്തോ ഒരു വലിയ അനുഗ്രഹം നടന്നിട്ടുണ്ട്, കാരണം ഇതൊരു ഭയങ്കര മിറാക്കിളാണ്. എന്നെ കളിയാക്കി പറഞ്ഞു, നിന്റെ യൂട്രസിൽ നിന്ന് ആ ബ്ലഡ് ക്ലോട്ട് അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞു. ഞാനത് എന്താ പറയുക, എനിക്കൊരു വിശ്വസിക്കാൻ പറ്റണേൻ്റെ അപ്പുറമായിരുന്നു. പക്ഷെ എനിക്കറിയാം മാതാവ് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നു 100% ഞാൻ ഉറച്ച് വിശ്വസിച്ചായിരുന്നു. അത് പ്രകാരം എനിക്ക് മാതാവ് അത്രയും വലിയൊരു അനുഗ്രഹം എന്നെ സംബന്ധിച്ചൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ, ഞാനൊരു നേഴ്സാണ്, പക്ഷെ ഒരു ഇഞ്ചക്ഷൻ എനിക്ക് എടുക്കുന്നതോ എനിക്കതൊക്കെ ഭയങ്കര ഒരു ഇതാണ്. എനിക്കൊരു കൈ മുറിഞ്ഞാൽ പോലും എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഞാൻ അതുപോലെ മനസ്സിലോട്ട് അത് അത്രയും മാത്രം എടുക്കും. പക്ഷേ എനിക്ക് ദൈവം അത്രയും വലിയൊരു ഉപകാരം ചെയ്തു തന്നു. ഒരു ഓപ്പറേഷൻ തിയേറ്ററിലും വേണ്ട, ഒരു ഡേറ്റും വേണ്ട, ദൈവം നിനക്കായിട്ട് വലിയൊരു അനുഗ്രഹം തന്നെ, ഒരു മിറാക്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് അത് അവിടെ കഴിയാണ് ഉണ്ടായത്. പിന്നെ അടുത്ത സാക്ഷ്യം പറയുന്നത് എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ്. അവളിവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും പിന്നീട് അത് അവൾക്ക് കാനഡയ്ക്ക് പോകാൻ അവൾക്ക് സാധിച്ചില്ല. പക്ഷേ അതിന് ശേഷം അവളുടെ എല്ലാ കാര്യങ്ങളും, അവളുടെ എല്ലാ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും. കുറച്ചുകൂടെ എന്താ പറയുക, എല്ലാവർക്കും ഒരു വിഷമം, എല്ലാവർക്കും ഒരു തലവേദന സൃഷ്ടിക്കുന്ന രീതിയിലായിരുന്നു. അപ്പം അതിനുശേഷം പിന്നീട് അവൾ കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഉടമ്പടിയിൽ നിയോഗമാക്കി വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അവൾ ജർമ്മൻ എക്സാം പഠിക്കാനായിട്ട് ചേർന്നു. ജർമ്മൻ എക്സാം അവൾ പഠിച്ചു. അതുപോലെ തന്നെ ഞാൻ ചെയ്തതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തു. അവൾ എക്സാം സെൻറ്ററിൽ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു, പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി. അവൾ എക്സാം പാസ്സായിട്ടുണ്ട്. അപ്പം അവൾക്കും ദൈവം ഏറ്റവും വലിയ അനുഗ്രഹമാക്കി എൻ്റെ ഉടമ്പടിയിൽ വെച്ച നിയോഗം അവൾക്ക് ദൈവം നടത്തി കൊടുത്തു. അടുത്തതായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഒരു കാര്യമാണ്. അവളുടെ പ്രോസസ്സിങ്ങിനിടയിൽ വെച്ച് പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയി. പക്ഷേ എംബസി ആയിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അത് എവിടെ വെച്ച് നഷ്ടപ്പെട്ട് എങ്ങനെ ഇതായി ഒരു കാര്യങ്ങളും അറിയില്ല. പക്ഷേ എന്നാലും അവൾ എന്നോട് ഒത്തിരി കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു, നിനക്കത് ഉറപ്പായിട്ടും തിരിച്ചു കിട്ടും, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവളൊരു ഹിന്ദു ആണ്. ഞാൻ അവളോട് ഒത്തിരി സാക്ഷ്യങ്ങളെ പറ്റി എല്ലാം പറഞ്ഞെങ്കിലും അവൾ പറഞ്ഞു, നീ പ്രാർത്ഥിച്ചാൽ മതി, നീ പ്രാർത്ഥിച്ച് അതെനിക്ക് നടന്നാൽ ഞാനിതിൽ വിശ്വസിക്കാം എന്ന് അവൾ പറഞ്ഞു. അത് പ്രകാരം ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അവക്കടെ 2ാമത്തെ മാസമായപ്പോഴത്തേക്ക് അവക്കടെ പാസ്പോർട്ട് തിരിച്ചു കിട്ടുകയും അവൾ എന്നോട് സാക്ഷ്യപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ അത് പ്രകാരം സാക്ഷ്യപ്പെടുത്താനും കൂടിയായിട്ടാണ് ഇന്ന് വന്നത്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരി കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ഒരു അസുഖം വരുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. എനിക്ക് എപ്പോഴും ഞാൻ അസുഖം വരുമ്പോൾ ഒത്തിരി യൂട്യൂബിൽ നോക്കി, അതുപോലെ ഗൂഗിളിൽ നോക്കി സെർച്ച് ചെയ്യും, അതിനെപ്പറ്റി ഒത്തിരി ഞാൻ നോക്കുകയും ചെയ്യും. ഒത്തിരി അറിയാവുന്നത് കൊണ്ട് ഇനി ഇതിൻ്റെ സൈഡ് ഇഫക്റ്റും കാര്യങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ
എനിക്ക് ഏറെ ടെൻഷനായിരുന്നു മറ്റുള്ളവരെക്കാളും. പക്ഷേ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയട്ടെ, അതിന് ശേഷം എനിക്ക് ഇതുപോലെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ട ഒരാവശ്യവും വന്നിട്ടില്ല. അതുപോലെ എന്നെ അത്രയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു അസുഖങ്ങളൊന്നും വന്നിട്ടില്ല. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരി കൃപാസനത്തിൽ നിന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നടത്തി കിട്ടിയിട്ടുണ്ട്. കൂടുതലായിട്ടും ഈശോയിനോടും മാതാവിനോടും എപ്പോഴും അവരെന്നെ നടത്തുന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ഞാനിപ്പോൾ ഒരു കാര്യത്തിലും എനിക്കൊരു ടെൻഷനില്ല, ഒരു പേടിയില്ല, ഒന്നുമില്ല. ദൈവം എന്നെ നടത്തും, ദൈവം എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഒത്തിരി പേരോട് ഓൺലൈൻ ഉടമ്പടി, ഓരോ ഉടമ്പടിയെ പറ്റി ഓരോ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാനും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനും, ജീവികൾക്കാണെങ്കിലും ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാനായാലും ഒത്തിരി സാധിച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും എന്നെക്കൊണ്ട് ഇപ്പം നടക്കും. പോസിറ്റീവായിട്ട് ലൈഫിൽ ചിന്തിക്കാനും മുന്നോട്ട് പോകാനും എൻ്റെ ദൈവം കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണമായ വിശ്വാസം എനിക്ക് ഉടമ്പടിയിലൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് എൻ്റെ പാസ്പോർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്കിന്ന് വിസ വന്നു. ഞാൻ അടുത്ത തിങ്കളാഴ്ച ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. അപ്പോൾ എനിക്ക് ഇത്രയും നേടിത്തന്ന എൻ്റെ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. എനിക്കെങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം എന്നെപ്പോലെ ഒരു സ്റ്റുഡൻറ്റിന് പക്ഷെ എൻ്റെ അമ്മ ഇടപെട്ടപ്പോൾ എനിക്കത് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് മാറി. ഇന്ന് എൻ്റെ കൂടെ പഠിച്ച ഒത്തിരി കഴിവുള്ളവർ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരു കഴിവുമില്ലാത്ത, ഞാൻ 0 മെറിറ്റുള്ള ഇന്ന് ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. എൻ്റെ അമ്മ നേടിത്തന്ന അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എൻ്റെ ഇൻ്റർവ്യൂ നടക്കുകയുണ്ടായി. എൻ്റെ ഇൻ്റർവ്യൂവിൽ പോലും അവരെന്നോട് പറഞ്ഞു, ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ സത്യമാണ് പറയണത്, ഒരു കാര്യം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ വീഡിയോ ഓണാക്കി വെക്കും, ഞാൻ കൃപാസനത്തിൽ ഉപ്പ് വെതറി ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ഉപ്പ് കുറച്ച് കഴിക്കും. ഞാൻ പ്രാർത്ഥിച്ചു. എന്നോട് ഇൻ്റർവ്യൂ നടത്തിയാൾ പറഞ്ഞു, ഇത്രയും നന്നായിട്ട് ജർമ്മൻ സംസാരിക്കുന്ന ഒരു ഇന്ത്യൻ കാൻഡിഡേറ്റിനെ അവർ കണ്ടിട്ടില്ലെന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ എനിക്ക് ദൈവം നടത്തി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്ക്, ഈശോയ്ക്ക്, മാതാവിനും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ സാക്ഷി ഞാൻ നിർത്തുന്നു. നന്ദി. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് റോസിലി. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. എൻ്റെ മകനാണ്. ഞാൻ 2021 ഇവിടെ വന്നത്. മാർച്ച് 13 ഞാൻ എൻ്റെ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. എനിക്ക് തന്നെ യാത്ര ചെയ്യാനോ ഒന്നിനും പറ്റില്ല. ഇയർ ബാലൻസ് എന്ന രോഗമുള്ളത് കൊണ്ട് ഡോക്ടർമാർ പറഞ്ഞേക്കുന്നത് തന്നെ യാത്ര ചെയ്യരുതെന്നാണ്. അതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ കൂടെ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഉടമ്പടി എടുത്ത് ഞാൻ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്ന് പോയതിന് ശേഷം എനിക്ക് ഇതുവരെയായിട്ടും ഇയർ ബാലൻസ് എന്ന അസുഖം ഉണ്ടായിട്ടില്ല. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പിന്നെ എൻ്റെ മകന് എൻജിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു. അവന് 4ാമത്തെ സെം പരീക്ഷയ്ക്ക് കൊറോണ കാലമായതുകൊണ്ട് ഓൺലൈനിലായിരുന്നു ക്ലാസ്. വീട്ടിലിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിലും അവൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. എല്ലാ ദിവസവും ഞാൻ വന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയും, ബ്രേക്കാണ് അമ്മേ, ബ്രേക്കാണെന്ന്. അപ്പോൾ ഞാൻ പറയും, അപ്പോൾ ഇവൻ എക്സാമിൻ്റെ സമയമായപ്പോൾ കോളേജിലേക്ക് വിളിച്ച് അറ്റൻഡൻസ് നോക്കിയപ്പോൾ ഇവന് അറ്റൻഡൻസ് കുറവായതുകൊണ്ട് എക്സാം എഴുതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ ചേട്ടനാണെങ്കിൽ ഒച്ചപ്പാടും ബഹളവും തുടങ്ങി. എക്സാം എഴുതണില്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഇനിയും പഠിക്കാൻ പോകണ്ടെന്നായി. അങ്ങനെ ആയപ്പോൾ ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. ഈ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു, ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് കൊച്ചിന് എക്സാം എഴുതാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ ചെയ്യില്ല, അവൻ പഠിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെ ചൊല്ലി
വിശ്വാസപ്രമാണം ചൊല്ലി കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ കൊന്ത ചൊല്ലിക്കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ചേട്ടൻ ജോലി ചെയ്യുന്ന മുതലാളിയെ വിളിച്ച്, മുതലാളിയുടെ മകൻ ഡോക്ടറായിരുന്നു, മുതലാളിനെ വിളിച്ച് ഡോക്ടറായിട്ട് സംസാരിച്ചു. അപ്പോൾ ചേട്ടനെ എന്നിട്ട് ഡോക്ടർ വിളിച്ചപ്പോൾ ചേട്ടൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ മോൻ്റെ നമ്പർ കൊടുക്കാൻ പറഞ്ഞു. മോൻ്റെ നമ്പർ കൊടുത്തു. ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ ഇവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു.